ഹലോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഉള്ളിലാണ്. ഉള്ളിൽ ഇതാ എൻ്റെ ഓപ്പോസിറ്റിലല്ല ഇപ്പൊ ഓപ്പോസിറ്റ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഉള്ളിലാണ്. ഉള്ളിൽ എൻ്റെ ബാക്കിൽ കാണുന്നത് മഞ്ജു വാര്യർക്കടെ വീടാണ്. ഇതിനു മുമ്പ് പലതവണ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിലും അതെ, ആ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. മഞ്ജു വാര്യർക്കടെ വീട് കാണാത്തവരുണ്ടെങ്കിൽ വീണ്ടും കണ്ടുകൊണ്ടിരുന്നോ. ആ കാണുന്നതാണ്, ആ ഗേറ്റ് കണ്ട, അതാണ് മഞ്ജു വാര്യർക്കടെ വീടെന്ന് പറയുന്നത്. കണ്ടല്ല ആ ക്ഷേത്രം ഒന്നും ഇങ്ങനെ കാണിച്ചു കൊടുക്കടി. ഇത് മഞ്ജു വാര്യർക്കടെ വീടിൻ്റെ ഇങ്ങോട്ടുണ്ട് വീടിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ക്ഷേത്രമാണ് കാർത്യായനി ക്ഷേത്രമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മഞ്ജു വാര്യർക്കടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോവാണ്. എന്താ ഉണ്ടാവണേന്ന് നമുക്ക് കാണാം. അറിഞ്ഞൂടാ, കാണാൻ വന്നതാണോ? ഇതടുത്തുള്ളതാ. അപ്പം ഇത് കണ്ട മഞ്ജു വാര്യർക്കടെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. വാര്യം എന്നാണ് കേട്ടോ വീടിൻ്റെ പേര് വന്നത്. പലതവണ ഞാനിതെൻ്റെ വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട്, എങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ. ഇപ്പം ഇവിടെ ഒരു വാച്ച്മാൻ ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ. മഞ്ജു വാര്യരുണ്ടോ? ആരുമില്ലേ? എന്നാ വരിക മഞ്ജു വാര്യരിനി? അതെ. ഇതാണ് നമ്മുടെ മഞ്ജു വാര്യർക്കടെ വീട്. ഞാൻ ഇതിനു മുമ്പ് വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട്, എങ്കിലും നമ്മൾ പെട്ടെന്ന് പുള്ളിലേക്ക് വരുമ്പോൾ മഞ്ജു വാര്യർക്കടെ വീട് എടുക്കാണ്ട് പോകണം, മോശമല്ലേ, അതുകൊണ്ട് എടുക്കണതാട്ടാ. കണ്ട ഇതുണ്ട കാർത്യായനി ഭഗവതി ക്ഷേത്രമാണ്. നല്ല ഭംഗിയുണ്ടല്ലേ. മഞ്ജു വാര്യർക്കടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലാട്ടാ. മഞ്ജു വാര്യർക്കടെ വീട് എല്ലാവരും കണ്ടില്ലേ? ഇവിടെ നിന്ന് കളിയാക്കുകയാണ്. ഇത് കണ്ട ഭഗവതി ക്ഷേത്രമാണ്. ഞങ്ങൾ വന്നത് ഇപ്പം സമയം എത്രയൊക്കെ ഇത് ഒരു 6:20 ആയിട്ടുണ്ട്. 6:20 ടൈം. ഈ സമയത്താണ് ഞങ്ങൾ വന്നത്. അപ്പോൾ പോവാണ്. മഞ്ജു വാര്യർ അവിടെ ഇല്ല, അമ്മ ആണ് അവിടെ ഉണ്ടാവാറ്, പക്ഷെ ഇപ്പം ഇല്ല. അവർ മിക്കവാറും എറണാകുളത്താണെന്നാണ് പറയുന്നത്. ഓണത്തിനൊന്നും മഞ്ജു വാര്യർ ഇങ്ങോട്ട് വന്നില്ല എന്നാണ് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത്. സെക്യൂരിറ്റി ചേട്ടനായിട്ട് സംസാരിച്ചു. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം എല്ലാവർക്കും ബൈ. ഉള്ളിലാണ്. സമയം 6:30. സൂര്യനൊക്കെ കായലിലല്ലോ, പാടത്ത് മുങ്ങിത്താന്നു. എന്നാലും ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരി നേരം വൈകി. ഞങ്ങൾ വിചാരിച്ചു ആരും ഉണ്ടാവില്ല, എല്ലാവരും ഉള്ളവരൊക്കെ ഇവിടെ എപ്പോഴും ആൾക്കാർ ഉണ്ടാവാറുണ്ട്.
അപ്പോൾ ഞങ്ങൾ വന്ന സമയം കുറച്ച് വൈകിയായിരുന്നു. ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ ആരും അങ്ങനെ കുറച്ച് പേരൊക്കെ പോയിട്ടുള്ളൂ. ഇപ്പോഴും ഇവിടെ ആളുകളുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, വണ്ടികളൊക്കെ കണ്ടാവും. ഇത് പുള്ളിൻ്റെ ഒരു പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അജാതി അമ്മാതിരി പ്രകൃതി രമണിയാണ് മക്കളെ. കണ്ട എൻ്റെ മുത്തുമണികൾ കണ്ട ചക്കരകള്. ആളുകൾ ഇപ്പോഴും ഇഷ്ടം പോലെ ഉണ്ട്. സമയം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്നു. എത്ര സന്ധ്യയായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട ഈ ഒരു അവസ്ഥയും പുള്ളിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ സമയത്തൊക്കെ ജാതി വൈബാട്ട. പാടത്ത് കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ കൂടെ വന്ന ഗീതുവിനെയും കത്ത് എൻ്റെ കൂടെ വന്നവളത് വന്നുണ്ട്. തേരാപ്പാര നടക്കണം. എൻ്റെ കൂടെ വന്നവളാണ് നടക്കണത്. എൻ്റെ കൂടെ വന്നവളാണ് ആ തേരാപ്പാര നടക്കണത്. ഫോട്ടോ കണ്ടേക്കും. ഇവിടെ ഞാൻ വീഡിയോയിൽ അധികം അങ്ങനെ ഉൾപ്പെടുത്താറില്ല. പക്ഷെ ഇങ്ങനെ മിന്നി മാഞ്ഞൊക്കെ ചില വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നെ പോലെ ഇങ്ങനെ വീഡിയോ മാനിയ അവർക്ക് ഇല്ല. അതാണ്. ഒരു 5 മണിക്കൊക്കെ ഇവിടെ എത്തണം അല്ലേ? എന്നാലും ഇപ്പൊ നല്ല തണവും അല്ലേ? ആ തിരക്കുണ്ട്, വണ്ടികളുണ്ട്. കാണിച്ചു തരാം. കണ്ട വണ്ടികളുണ്ട്. അങ്ങോട്ടൊരു കൊട്ടവഞ്ചി പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് പുള്ളിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. എല്ലാവരും അവരവരുടെ കച്ചവടങ്ങൾ അവസാനിപ്പിക്കുന്ന സമയമാണ്. നേരം കണ്ട പരപരാ സന്ധ്യയായിക്കൊണ്ടിരിക്കുന്നു. പോയാലാ